ഹലോ ഗൈസ്, നമുക്കിന്ന് പ്രഥമൻ വെക്കാം. അപ്പോൾ അടപ്രഥമൻ. അപ്പോൾ നമ്മൾ അട നന്നായിട്ട് തിളപ്പിച്ച് നല്ല വേവിച്ചതിന് ശേഷം നമ്മൾ പച്ച വെള്ളത്തിനകത്ത് ഇട്ട് കഴുകി വാരി വെക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ പിഴിഞ്ഞ് പാല്, 1-ാം പാല്, 2-ാം പാല്, 3-ാം പാല്, പിന്നെ മുന്തിരിങ്ങ വറുത്തത്, തേങ്ങാക്കൊത്ത് വറുത്തത്, അണ്ടിപ്പരിപ്പ് വറുത്തത്, ചൗവരി കാച്ചി വെച്ചത്, ശർക്കര പാനി കാച്ചി വെച്ചത്, ഏലക്കായും അല്പം പഞ്ചസാരയോടെ പൊടിച്ചത്, നെയ്യ്, ചുക്കുപൊടി, ചുക്കും ചെറുജീരകവും പൊടിച്ചത് എല്ലാം. എന്നിട്ട് നമുക്ക് ഉരുളി വെച്ചിട്ട് അതിനകത്ത് അല്പം നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ശർക്കര പാവ് കാച്ചി വെച്ചേക്കുന്നത് ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ അതിനകത്തോട്ട് അട കൊട്ടിയിടണം. തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് അട കൊട്ടിയിടണം. നല്ലവണ്ണം അട അങ്ങോട്ട് കഴുകി വാരി ഇറുത്ത് വെച്ചിരിക്കുന്നതാണ്. നല്ല വെന്തടയായിരിക്കണം, നല്ലവണ്ണം വേവണം. വെന്തട നമ്മൾ നല്ലവണ്ണം ഈ ശർക്കര പാനിയിലിട്ട് ഇനി ഇത് വരണ്ട് വരണം, നല്ല വരണ്ട് വരണം. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കാണുമ്പം ഒരുപാട് പേര് കണ്ടുപോകുന്നുണ്ട്, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ലൈക്കും അടിക്കുന്നില്ല. അപ്പോൾ എനിക്കൊരു സബ്സ്ക്രൈബും ചെയ്ത് ലൈക്കും അടിക്കണേ പ്ലീസ് എല്ലാവരും. എന്നിട്ടാണ്ട് ഈ വറ്റി വരുന്നതിനകത്ത് നമ്മൾ ചൗവരി വേവിച്ചതും കൂടി ഇട്ട് നന്നായി വീണ്ടും വറ്റി വരുമ്പം നമുക്ക് തേങ്ങയുടെ 1-ാം പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത്, 1-ാം പാലല്ല 3-ാം പാല് പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് നമ്മൾ അതിനകത്ത് ഒഴിക്കണം. ഇതാണ് 3-ാം പാല്. 3-ാം പാല് നമുക്കതിനകത്ത് ഒഴിച്ച് ഇത് നന്നായിട്ട് ഇതിനകത്ത് കിടന്ന് ഒന്ന് വറ്റി വരണം. വറ്റി വരിക മീൻസ് പറ്റി വരിക, അങ്ങനെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ 2-ാം പാല് ചേർക്കും. 2-ാം പാല് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതും തിളച്ച് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് 3-ാം പാല് ചേർക്കാം. 3-ാം പാല് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട. ആ സമയം തന്നെ നമുക്ക് ചുക്കും ചെറുജീരകം പൊടിച്ചത്, ഏലക്ക, പഞ്ചസാര പൊടിച്ചത്, ഇതെല്ലാം ചേർക്കണം. ഇതെല്ലാം ചേർത്ത് വേണമെങ്കിൽ ഇപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടെ അതിൻ്റെ പുറത്ത് ചേർക്കാം. ഞാനത് ചേർക്കുന്നില്ല, ഓൾറെഡി ആദ്യം ചേർത്തതാണ്, അതുകൊണ്ടാണ് ചേർക്കാത്തത്. ചുക്കും ജീരകവും പൊടിച്ചതും കൂടെ ചേർക്കുന്നു. മുന്തിരിങ്ങ വറുത്തത്, തേങ്ങാക്കൊത്ത് വറുത്തത്, അണ്ടിപ്പരിപ്പ്, അതായത് കശുവണ്ടി, ഇത് വറുത്തത്, ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ആ 1-ാം പാൽ ഒഴിച്ചാണ്. അപ്പോൾ ഒത്തിരി തിളപ്പിക്കേണ്ട, നല്ല കുറുകിയാണ്, നല്ല പ്രഥമനാണ് ഇത്. ഈ സമയം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കറുത്ത എള്ള് വറുത്തതിടാം. ഞാനതൊന്നും ഇട്ടിട്ടില്ല, അല്ലാതെ തന്നെ നല്ലതാണ്. അപ്പം പ്രഥമൻ നല്ല റെഡിയായി. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും.